ബെസ്റ്റ് ഫ്രണ്ട്സ് ചേർന്ന് ബിസിനസ് തുടങ്ങി. അവസാനം ബിസിനസ്സും പോയി, ആ ഫ്രണ്ട്ഷിപ്പും പോയി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലരും പറയും ഈഗോ ആണ് കാരണമെന്ന്. എന്നാൽ സത്യം അതല്ല. ആ ബിസിനസ് പരാജയപ്പെടുന്നത് കൊണ്ടാണ് ആ ബന്ധം തകരുന്നത്. ബിസിനസ്സിൽ ലാഭമുള്ളപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. എന്നാൽ പണം നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോഴോ വിചാരിച്ച വളർച്ച ഇല്ലാതെ വരുമ്പോഴോ ആണ് പരസ്പരം പഴിചാരുന്നത്. ഇവിടെ രണ്ടുപേരുടെയും ഭാഗത്ത് ന്യായമുണ്ടാവും. ഒരാൾ ചിന്തിക്കും, ഞാനാണ് കൂടുതൽ അധ്വാനിക്കുന്നത്, പക്ഷേ അവൻ ലാഭം മാത്രം നോക്കുന്നു. മറ്റൊരാൾ ചിന്തിക്കുന്നു, ഞാൻ പണം ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ അവൻ അത് കൃത്യമായി മാനേജ് ചെയ്യുന്നില്ല. സുഹൃത്തുക്കൾ തമ്മിലുള്ള ബിസിനസ്സിൽ ഫീഡ്ബാക്ക് പലപ്പോഴും ഒരു ഫൈറ്റായിട്ട് മാറും. ബിസിനസ്സിലെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ പലരും അത് വ്യക്തിപരമായി എടുക്കും. നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ, അല്ലെങ്കിൽ നിനക്ക് എന്നെ വിശ്വാസമില്ലേ എന്ന ചോദ്യം അവിടെ വരും. കാരണം അവിടെ പ്രൊഫഷണലിസത്തെക്കാൾ കൂടുതൽ ഇമോഷൻസിനാണ് നമ്മൾ പ്രയോറിറ്റി നൽകുന്നത്. ബിസിനസ്സിൽ ലാഭമുള്ളപ്പോൾ ഈ ഇമോഷൻസ് ഒക്കെ നല്ലതാണ്. എന്നാൽ പണം നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോഴോ വിചാരിച്ച വളർച്ച ഇല്ലാതെ വരുമ്പോഴോ ആണ് ഈ പരസ്പരം പഴിചാരൽ തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ബിസിനസ്സിലെ സാമ്പത്തിക ചോർച്ചകൾ അഥവാ മണി ലീക്കേജ് കൃത്യമായ സമയത്ത് കണ്ടെത്താൻ കഴിയാത്തതാണ് ഈ തകർച്ചയ്ക്ക് കാരണം. സുഹൃത്താണെങ്കിലും ബിസിനസ്സിൽ വ്യക്തമായ ഒരു സിസ്റ്റവും പ്രൊഫഷണൽ അഗ്രിമെൻറ്റും ഇല്ലെങ്കിൽ ആ പണച്ചോർച്ച നിങ്ങളുടെ സൗഹൃദത്തെയും വിഴുങ്ങും. ഓർക്കുക, ബിസിനസ് വളരാൻ സൗഹൃദം വേണം, പക്ഷേ ആ സൗഹൃദം നിലനിൽക്കാൻ ബിസിനസ്സിൽ ഒരു സിസ്റ്റം വേണം.